ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. PM കിസാൻ സമ്മാൻ നിധിയുടെ 17ാം ഗഡുവിന്റെ വിതരണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസിയിൽ നിർവഹിക്കും. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇന്ന് ബലിപെരുന്നാൾ. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. പാലക്കാട് പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനിയുടെ കൈവശമുണ്ടായിരുന്ന 35 ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ പാകിസ്ഥാന് ജയം. ഇന്ന് 3 മത്സരങ്ങൾ. ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യൻ വനിതകൾക്ക് ജയം. വാർത്തകൾ വിശദമായി. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 17ാമത് ഗഡു വിതരണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. 20,000 കോടിയോളം രൂപയാണ് ഇതുവഴി കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് കൈമാറുന്നത്. 9 കോടി 3 ലക്ഷം കർഷകർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. വാരാണസിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിവർഷം 3 ഘടുക്കളായി 6,000 രൂപയാണ് PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ കർഷകർക്ക് നൽകുന്നത്. ഇതുവരെ 3.24 ലക്ഷം കോടി രൂപ 11 കോടിയോളം കർഷകർക്ക് നൽകിക്കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന് കേൾക്കാം. തുടർച്ചയായി 3ാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം പ്രക്ഷേപണം ചെയ്യുന്ന ആദ്യ പതിപ്പായിരിക്കും ഇത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 2 ഇടങ്ങളിലെ ചില ക്രമക്കേടുകൾ പുറത്തുവന്നിട്ടുണ്ടെന്നും ഒഡീഷയിലെ സാമ്പൽപൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാരിന് ആശങ്കയുണ്ടെന്നും ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. नीट एग्जामिनेशन में कुछ विसंगतियां कुछ जगह की स्पेसिफिक जगह की ध्यान में आई है. सरकार उसकी सुधार के काम पे लगी है. जहां जहां इस प्रकार की गड़बड़ियों की सूचना पुख्ता जानकारी के साथ अभी मिल रहा है उस पर स्पेसिफिक कार्रवाई भी कोर्ट की संज्ञान में रखते हुए सुप्रीम कोर्ट ने सारा विषय को एक नज़र रखी है. कोर्ट की निगरानी में सारा विषय को किया जा रहा है. नीट जैसे महत्वपूर्ण परीक्षा 100% पारदर्शी हो ये हम उसके लिए कमिटेड है. सरकार उसके लिए प्रतिबद्ध है. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. തന്റെ ജീവിതത്തിലെ വിലപ്പെട്ട അനുഭവങ്ങൾ ശ്രീ ഖാർഗെ തന്നോട് പങ്കുവച്ചതായി കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എല്ലാവരും ഒരുമിച്ച് രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മാസം 24 മുതൽ ചേരുന്ന 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് മുന്നോടിയായാണ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. പാർലമെന്റ് സമ്മേളനത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ലോക്സഭാ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പും നടക്കും. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. പാർലമെന്റ് സമ്മേളനം അടുത്ത മാസം 3-ന് സമാപിക്കും. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിലെ സുരക്ഷാ സാഹചര്യങ്ങൾ, അമർനാഥ് തീർത്ഥാടന മുന്നൊരുക്കങ്ങൾ എന്നിവ സംബന്ധിച്ച് അവലോകന യോഗങ്ങൾക്ക് ശേഷമാണ് കൂടിക്കാഴ്ച നടന്നത്. കനത്ത മഴയെ തുടർന്ന് സിക്കിമിലെ മംഗൻ ജില്ലയിൽ കുടുങ്ങിക്കിടക്കുന്ന 1200-ലധികം വിനോദസഞ്ചാരികളെ ഒഴിപ്പിക്കുന്ന നടപടികൾ ഇന്ന് ആരംഭിച്ചേക്കും. കാലാവസ്ഥ അനുകൂലമാകുന്നതോടെ വിമാനമാർഗമോ റോഡ് മാർഗമോ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് 15 വിദേശികളടക്കം 1200-ലധികം വിനോദസഞ്ചാരികളാണ് ലാങ്ചുങ് ടൌണിൽ കുടുങ്ങിയത്. ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ റോഡുകൾ വൃത്തിയാക്കുന്നതിനും വടക്കൻ സിക്കിമുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുന്നു. എത്രയും വേഗം സുരക്ഷിതമായ ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അധികൃതർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇന്ന് ബലിപെരുന്നാൾ. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് ഓരോ ബലിപെരുന്നാളും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് കേരളത്തിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടക്കുകയാണ്.
മക്കയിലെ ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ഈദുൽ അസ്ഹ എന്നറിയപ്പെടുന്ന ബലിപെരുന്നാൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും രാജ്യത്തെ ജനങ്ങൾ ബക്രീദ് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമാണ് ബലിപെരുന്നാൾ ആഘോഷമെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സാമൂഹിക സൌഹാർദ്ദത്തിന്റെയും സന്ദേശമാണ് ഉത്സവം പ്രദാനം ചെയ്യുന്നതെന്ന് ഉപരാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് പത്തനംതിട്ടയിൽ. കുവൈറ്റിൽ അഗ്നിബാധയിൽ ജീവൻ നഷ്ടപ്പെട്ട പത്തനംതിട്ട സ്വദേശികളുടെ വീടുകൾ അദ്ദേഹം സന്ദർശിക്കും. രാവിലെ 9-ന് തിരുവല്ലയിലെത്തുന്ന അദ്ദേഹം പന്തളം, വാഴമുട്ടം, കോന്നി, കീഴുവായ്പൂർ എന്നിവിടങ്ങളിലുള്ള മരണപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കും. അതിനിടെ കുവൈറ്റിൽ ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട കോന്നി സ്വദേശി സജു വർഗീസിന്റെയും കീഴുവായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാമിന്റെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. പാലക്കാട് പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനിയുടെ കൈവശമുണ്ടായിരുന്ന 35 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തു. ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണെന്ന് കമ്പനി രേഖാമൂലം അറിയിച്ചതിനെ തുടർന്നായിരുന്നു നടപടി. ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാർച്ചിൽ റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. പാലക്കാട് RDOയുടെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നലെയാണ് രേഖകൾ ഏറ്റുവാങ്ങിയത്. ജലചൂഷണത്തിനെതിരെയുള്ള പ്രദേശവാസികളുടെ ജനകീയ സമരത്തെ തുടർന്നാണ് പ്ലാച്ചിമടയിലെ കോള കമ്പനി പൂട്ടിയത്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ പാകിസ്ഥാന് ജയം. ഇന്നലെ രാത്രി ഫ്ലോറിഡയിൽ നടന്ന മത്സരത്തിൽ 3 വിക്കറ്റിനാണ് പാകിസ്ഥാൻ അയർലൻഡിനെ പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന ഗ്രൂപ്പ് മത്സരങ്ങളിൽ ബംഗ്ലാദേശ് നേപ്പാളിനെയും ശ്രീലങ്ക നെതർലൻഡ്സിനെയും നേരിടുകയാണ്. രാത്രി നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലാൻഡ് പാപ്പുവ ന്യൂ ഗിനിയുമായി ഏറ്റുമുട്ടും. അതിനിടെ ഇന്നലെ നടന്ന വനിതാ ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ 143 റൺസിന് വിജയിച്ചു. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ മേൽപ്പാലത്തിൽ ട്രയൽ റൺ നടന്നു. ജമ്മുകാശ്മീരിലെ റംബാൻ ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെ സങ്കൽദാനിനും റിയാസിക്കും ഇടയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. വൈദ്യുത എഞ്ചിനാണ് വിജയകരമായി പരീക്ഷണം നടത്തിയത്. ഇതോടെ രാജ്യം മറ്റൊരു നാഴികക്കല്ല് പിന്നിട്ടതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇതുവഴിയുള്ള റെയിൽ ഗതാഗതം ഉടൻ ആരംഭിക്കും. 27 നാൾ നീണ്ടുനിന്ന കണ്ണൂരിലെ കൊട്ടിയൂർ വൈശാഖോത്സവം ഇന്ന് സമാപിക്കും. വാകചാർത്ത ചടങ്ങുകൾക്ക് രാവിലെ തുടക്കമായി. ഈ വർഷത്തെ അമർനാഥ് യാത്രയ്ക്കുള്ള ഹെലികോപ്റ്റർ സർവീസിന്റെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. 52 ദിവസം നീണ്ടുനിൽക്കുന്ന അമർനാഥ് വാർഷിക തീർത്ഥാടനം ഈ മാസം 29-ന്, രക്ഷാബന്ധൻ ദിനമായ ഓഗസ്റ്റ് 19-നാണ് സമാപിക്കുന്നത്. ബൽതാൽ, പഹൽഗാം യാത്രാ റൂട്ടുകളിലാണ് ഹെലികോപ്റ്റർ സർവീസ് ഒരുക്കിയിരിക്കുന്നത്. ഓൺലൈൻ ബുക്കിംഗിനായി jksasb.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. മരുഭൂവൽക്കരണത്തിനെതിരെയും വരൾച്ചയെയും പ്രതിരോധിക്കാനുള്ള അന്താരാഷ്ട്ര ദിനം ഇന്ന്. ഭൂമിക്ക് വേണ്ടിയുള്ള ഐക്യം, നമ്മുടെ പൈതൃകം, നമ്മുടെ ഭാവി എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ സന്ദേശം. രാജ്യത്തെ തുണിത്തര കയറ്റുമതിയിൽ 9.59% വർധന. വസ്ത്ര കയറ്റുമതിയിൽ 9.84% വളർച്ചയുണ്ടായതായി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അറിയിച്ചു. ഈ മേഖലയിലെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള കയറ്റുമതി മെയ് മാസത്തിൽ 68.29 ബില്യൺ $ആയി ഉയർന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്വന്തമായി ആഴക്കടൽ ദൌത്യം നടത്തുന്ന 6ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ 100 ദിവസത്തെ കർമ്മ പദ്ധതി ചർച്ച ചെയ്യാനുള്ള യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദ്രത്തെയും സമുദ്ര ഊർജ്ജത്തെയും ആശ്രയിക്കുന്ന ആളുകളെ ശാക്തീകരിക്കുന്നതിന് ശക്തമായ നീല സമ്പദ് വ്യവസ്ഥ കൈവരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. PM കിസാൻ സമ്മാൻ നിധിയുടെ 17ാം ഗഡുവിന്റെ വിതരണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസിയിൽ നിർവഹിക്കും. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇന്ന് ബലിപെരുന്നാൾ. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. പാലക്കാട് പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനിയുടെ കൈവശമുണ്ടായിരുന്ന 35 ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ പാകിസ്ഥാന് ജയം. ഇന്ന് 3 മത്സരങ്ങൾ. ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യൻ വനിതകൾക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.